Hello guys, welcome back to another flash vlog. Today is my birthday and ഇന്ന് വലിയ പരിപാടികളൊന്നുമില്ല ഗൈസ്. ചെറുതായിട്ടൊന്ന് ഫാമിലി ആയിട്ട് ലഞ്ചിന് പോകാന്നുള്ള പരിപാടിയാണ്. ദിയ ഉണ്ട്, സോനു എനിക്കൊന്ന് ഹയാത്തിൽ ഓൾറെഡി ഇന്നലെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ അവനും കാണും, പിന്നെ ഉമ്മയും ഷാസും. അപ്പം നമ്മൾ നേരെ ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് ലഞ്ച് അടിക്കാമെന്നുള്ള പ്ലാനിൽ പോവുകയാണ്. അവിടെ നിന്ന് തുടങ്ങാം. ഇന്ന് വേറെ പരിപാടി ഉണ്ടോയെന്ന് അറിയത്തില്ല. സോ നമ്മളവിടെ ഹയാത്തിലെത്തിയിട്ട് കാണാം ഗൈസ്. ഇന്ന് ചെറിയ വ്ളോഗായിരിക്കും മിക്കവാറും. സോ സി യു. ഇതാണ് ഗൈസ് പുതിയ TV TCL A300W. ഇതിന് എൻ്റെ മണ്ടേ കയറ്റണം. ആരെങ്കിലും വരുമായിരിക്കും ഫിറ്റ് ചെയ്യാൻ. എപ്പോഴാടാ ഫിറ്റ് ചെയ്യാൻ? എപ്പോൾ വരും ഫിറ്റ് ചെയ്യാൻ? അവർ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വിളിക്കും TCL ആൾക്കാർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് TV കാണാൻ പറ്റും. നല്ല മിനിമൽ TV. അതേപോലെ ചിലപ്പോൾ ഞാൻ ഒരു LG TV റിവ്യൂ ചെയ്യും. അവർ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ TV വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഇപ്പം TCL ഇപ്പൊ സോണിയായിട്ട് കൊളാബറേഷൻ, അതായത് 2027 തൊട്ട് സോണി ആയിട്ടാണ് അവർ കൊളാബ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി തൊട്ട് നിങ്ങൾ സോണിയുടെ TVയിൽ തന്നെ TCLന്റെ ഒക്കെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരും. വൈസ് വെർസ. സോണിയുടെ TVയിലുള്ള ഒരു പ്രത്യേകത തന്നെ, നിങ്ങൾ ബ്രാവിയെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവന്മാരെ കളർ ടോൺ വെച്ചിട്ട് അവരെ ട്യൂൺ ചെയ്യുന്നത്, അതായത് ഈ പാനൽ കൊടുക്കുന്നത് വേറൊരു കമ്പനി ആയിരിക്കും. അത് ഈ TCLും സാംസങ്ങും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇത് ട്യൂൺ ചെയ്യണത് ഓരോ ബ്രാൻഡാണ്. ഇപ്പോൾ LGയുടെ കളർ ടോൺ ഉണ്ടാവും, ബ്രാവിയുടെ സാധനം. അപ്പോൾ അതാണ് സംഭവം, അതാണ് ഈ ഡിഫറൻസ് വരുന്നത്. അല്ലാതെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പിന്നെ സെയിം ആണ്. പിന്നെ ഒരുപാട് ഇവർ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് LEDs അതൊക്കെ നമ്മൾ നോക്കണം, കൂടുതലാണോ കുറവാണോ. എൻഡ് ഓഫ് ദ ഡേ ഇത്രയേ ഉള്ളൂ, നമുക്ക് സിനിമ കാണാൻ പറ്റുമോ ഇല്ലയോ, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ നല്ല TVയുടെ മറ്റേ മഹത്വം. പിന്നെ നമ്മൾ നാവിഗേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റക്കോ ലാഗോ ഒന്നും ആവാൻ പാടില്ല നമ്മളെ UI. പിന്നെ ബേസിക് ആയിട്ട് നോക്കാനുള്ള കളർ മെയിൻലി, പിന്നെ റിഫ്ലക്ഷൻ. ഇതിൽ റിഫ്ലക്ഷൻ കട്ട് ചെയ്യും. ഇതൊരു മാറ്റ് സ്ക്രീനാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ലൈറ്റിനെ കട്ട് ചെയ്യും. അതാണ് ഞാൻ മെയിൻലി ഈ TV എടുത്തത്. QLED പാനലാണ്. ഡോൾബി വിഷന്റെ സപ്പോർട്ട്, അറ്റ്മോസിന്റെ സപ്പോർട്ട്, നമുക്ക് മറ്റേ സ്ലിം ആയിട്ടുള്ള സ്ലിം TV ആണ്. ഇത്ര ഉള്ളൂ TV, എല്ലാം കൂടി ഇത്ര ഉള്ളൂ. മറ്റേ TV എന്ന് പറഞ്ഞാൽ ഒരു തടിയായിരിക്കും. ഇത് പിന്നെ ആകെ ഒരു പ്രശ്നം 20 വാട്ടിന്റെ സ്പീക്കറേ ഉള്ളൂ. ചെറിയ സ്പീക്കറാണ് വെച്ചത്, ചെറിയ TV ആണ്. അത് സൗണ്ട് ബാർ മാർച്ചിലെ വെച്ച് ഒതുക്കാം. ഞാനിത് ജസ്റ്റ് ഒന്ന് TV വാങ്ങിച്ചെന്ന് പറയാൻ വന്ന അതിൻ്റെ റിവ്യൂ ആയി ഗൈസ്. അപ്പം നിനക്ക് ഇനി റിവ്യൂ ചെയ്യണ്ടല്ലോ, ഇനി ഇതെടുത്ത് കണ്ടാൽ മതിയല്ല ആൾക്കാർ. അവന് റിവ്യൂ ചെയ്യും ഗൈസ് ഈ ഒരു TVയിൽ. വേൾഡ് വൈഡ് ഒളിമ്പിക് പാർട്ട്ണറാണ് ഈ സാധനം. ഒളിമ്പിക്സിന്റെ പാർട്ട്ണറാണ് ഒളിമ്പിക്സിന്റെ പാർട്ട്ണറാണ്. കൊള്ളാം. ഹയാത്തിൽ വന്ന് ഫുഡ് അടിക്കുകയാണ്. ബുഫേ ഞാൻ അലക്കാട്ടെ വന്ന് ഗൈസ്. എനിക്കൊരു ബിരിയാണി മാത്രം മതി. ഈ ബുഫേ തിന്നാനുള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് വിചാരിച്ച ഒരു ബിരിയാണി കൂടെ കഴിച്ചിട്ട് അങ്ങ് നിർത്താമെന്നുള്ള പ്ലാനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ ഗൈസ്. ഇവിടെ എങ്ങനെയുണ്ട് ബിരിയാണി? നൈസാണോ? കൊള്ളാവോ? അവർക്കും ബുഫേ വേണ്ട, അവർക്കും ബിരിയാണി മതി എന്ന് തന്നെ ഗൈസ്. അപ്പോൾ ഞാനും ഒരു ബിരിയാണിയും കഴിച്ചിട്ട് വീട്ടിൽ പോവാം, മതിയായി. സോന് പോയെന്ന് തോന്നുന്നല്ലേ? ഞാൻ മെസ്സേജ് എനക്കൊന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ബിരിയാണി വേട്ടെ കാണിച്ചു തരാം ഗൈസ്. ഇവരുടെ വെൽക്കം ഡ്രിങ്ക് പൊളിയാണ് കേട്ടോ. ഈ ആപ്പിൾ സിന്നമൺ എന്തോന്നോ സാധനം കയറി വരുമ്പോൾ കിട്ടുന്ന ഐറ്റമാണ്. അപ്പം ഞാൻ ഒരു ബിരിയാണി വന്നു ഗൈസ്, ഇവിടുത്തെ അലക്കാട്ടെ സ്പെഷ്യൽ ബിരിയാണി. അവിടെ ഈ ബുഫേ കിട്ടുന്നതിനെക്കാട്ടി നൈസായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ബർത്ത്ഡേ ആയിട്ട് നല്ലൊരു ബിരിയാണി അടിച്ചിട്ട് വീട്ടിൽ പോവാം. ദാറ്റ്സ് ദ പ്ലാൻ. ദാറ്റ്സ് സീ. അത്യാവശ്യം നല്ല ക്രൗഡാണ് എപ്പോഴും ഈ ലഞ്ച് ബുഫേക്ക്. പിന്നെ സൺഡേ ഇവിടെ ഇവർക്കൊരു ബ്രഞ്ച് ഉണ്ട്, അത് നൈസാണ് ഹയാത്തിൽ. സോ ആണെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് ഗൈസ്. ഞാൻ ഇവിടെ പണ്ട് ഷൂട്ട് ചെയ്യാനൊക്കെ വരുമായിരുന്നു ഹയാത്തിൽ, ഇവിടുത്തെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി. നോസ്റ്റാൾജിയ. കുറേ നാളായി വന്നിട്ട് ഇങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഗൈസ് അങ്ങനെയൊന്നുമല്ല, എപ്പോഴും ലഞ്ച് കഴിക്കാൻ അവിടെ തന്നെ ആയിരുന്നു. മിക്കപ്പോഴും ബർത്ത്ഡേ ലഞ്ച് ഇവിടെ നിന്ന് തന്നെയാണ് ഗൈസ്, കുറച്ച് നാളായിട്ട്. എന്തായാലും വരാം ഗൈസ്, ഫുഡ് വരട്ടെ. താങ്ക് യു. ഷുവർ ഗൈസ്. ഇതാണ് എൻ്റെ മട്ടൻ ബിരിയാണി. അവർ എന്നെ സെർവ് ചെയ്ത് തരും ഗൈസ്. അപ്പോൾ നമുക്ക് അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ചെയ്തു പേടിയണ്ട. അത് ചിക്കൻ ബിരിയാണിയാണ് ഗൈസ്. താങ്ക് യു. ഇത് ഞാൻ പറഞ്ഞ ജ്യൂസ് എന്തോ മൂന്നാർ കുലുക്കി. ഈ ബിരിയാണി ഇതിലിരിക്കുന്ന ബിരിയാണി ആയിരിക്കില്ല. ഇല്ല മാം, ഇത് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് അലാക്കാട്ടിന് വേണ്ടിയിട്ട്. ബുഫേയുടെ ബിരിയാണി സെപ്പറേറ്റ് ആണ്. ഓക്കെ ഗൈസ്, ഇത് അലക്കാട്ടെ മട്ടൻ ബിരിയാണി. അവർ ബുഫേന്ന് കഴിച്ചാൽ അത്ര അവർക്ക് വർക്കായില്ല. ഐ ഹോപ്പ് ദിസ് ഈസ് മോർ ടേസ്റ്റി ബിക്കോസ് ബുഫേയിൽ എപ്പോഴും ഭയങ്കര ലാർജ് ക്വാണ്ടിറ്റിയിലല്ല ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് വേണ്ടി പേഴ്സണലൈസ്ഡ് ആയിട്ട് ഉണ്ടാകും. അവിടെ ചിക്കൻ ബിരിയാണി തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവുമെന്നാണ് ചോദിച്ചത് ഇപ്പോൾ അവരുടെ അടുത്ത്. എന്തായാലും കഴിക്കട്ടെ ഗൈസ്, നോക്കട്ടെ കൊള്ളാവുന്നു. ഓഫ് എൻ്റെ അമ്മോ, ഇത് മന്തിയാടേ. കൊള്ളാം. മട്ടൻ ഇതാണ്. ഓഫ് മട്ടനൊക്കെ ഉണ്ടോ, നല്ല ടെൻഡർ മട്ടൻ ഗൈസ്. ഓഫ് മൈ ഗോഡ്, സോ സോഫ്റ്റ്. കഴിച്ചോട്ടെ ഗൈസ്, അങ്ങനെ ഉണ്ടോ? നല്ല ബിരിയാണി. ഇത് രണ്ടും സെയിം റൈസാണെന്ന് തോന്നുന്നു.
നല്ല ടേസ്റ്റ്, അടിപൊളി ബിരിയാണി ഗൈസ്. ബുഫേം കാട്ടി കൊള്ളാം ഗൈസ്. ബിരിയാണി വാങ്ങിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു അലക്കാട്ടയിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കാം. കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷേ വർത്തിട്ട് നല്ല ടേസ്റ്റ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഗൈസ്. ഇപ്പം എന്തായാലും കഴിച്ചിട്ട് വരാം. അവൻ ഡെസേർട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് ഇത്? ഇതെന്തോന്നു ഈ സാധനം? അടിപൊളി, സൂപ്പർ, കിഡില. ഇതെന്തോന്നു ഈ സാധനം? ഓ ആ, അപ്പം നമ്മളിത് കഴിക്കും ഗൈസ്. കെവിനെ കൊണ്ട് രണ്ടാമത് അടുപ്പിക്കാം. അവൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അവർ അവന് വേണ്ടി ഉണ്ടായിക്കൊണ്ട് വന്നു സാധനം. സാധാരണ ഇവിടെ ബുഫേയിൽ പാർട്ടാണ് ഗൈസ് ഈ ഡെസേർട്ട്. അവൻ്റെയും ഫേവറേറ്റ് ആണ്. എന്തായാലും ഇത് ബിരിയാണി കഴിച്ചിട്ട് ട്രൈ ചെയ്തോ. ഗ്ലൂട്ടൻ ഫ്രീ ആണ് കേട്ടോ. പ്ലേറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് പോലെ ചെറിയ പോഷ, അതാണ് പ്രശ്നം. പിന്നെ മുട്ട ഭയങ്കര അതെന്തായാലും ഉണ്ട്. കസ്റ്റേർഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം. വളരെ ടേസ്റ്റ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ടേസ്റ്റ്, മൈ പേഴ്സണൽ. വേറെ ബേക്കറിയിലുണ്ടല്ലേ? ഒന്നും കഴിക്കില്ല. ഇത് സൂപ്പർ കേട്ടോ, അടിപൊളി. സ്ട്രോബെറി മാംഗോയും അടിപൊളിയാണ്. സ്ട്രോബെറി മാംഗോ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നൈസ് ഗൈസ്, അടിപൊളി. അല്ല ഇത് ഞാൻ വീഡിയോ എടുക്കും. ഗൈസ് ടുഡേ ഐ പെയ്ഡ് ദ ബിൽ. ബർത്ത്ഡേ ട്രീറ്റ്. ഈ ബർത്ത്ഡേ ട്രീറ്റ് വില 7815. അങ്ങനെ ഗൈസ് നമ്മൾ ഹയാത്തിൻ്റെ ലക്ഷൂറിയസ് ആയിട്ടുള്ള പൂളും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഷാസിനും ദിയൊക്കെ കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കാന്നുള്ള പരിപാടിയിലാണ്. ഇത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകണം. ഇവിടെ നല്ല ആംബിയൻസ് ആണ് ഗൈസ് ഫോട്ടോ എടുക്കാൻ. ഇവർ അധികം സമ്മതിക്കാറില്ലെന്ന് തോന്നുന്നു. നോർമലി നമ്മൾ പിന്നെ ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്, പിന്നെ സീനില്ല. എന്തായാലും ഗൈസ് അവർക്ക് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് നേരെ വീട്ടിൽ പോകാം. വേറെ പരിപാടി ഉണ്ടോയെന്ന് അറിയത്തില്ല. ലെറ്റ്സ് സീ. ഗൈസ് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന സനി വളരെ റെയറായിട്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത് കേട്ടോ. വൻ ഫോട്ടോഗ്രാഫി, റെയറായിട്ടാ ആണെങ്കിൽ എൻ്റെ ഷർട്ടിൻ്റെ ബാക്കിലുള്ള ഡ്രാഗനെ ഒക്കെ എടുത്തു. അല്ലല്ലോ അലയിലൊന്നും വെക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിരുന്നാൽ മതി. നമ്മുടെ ഷൗമിയുടെ ഫോട്ടോ എടുക്കുന്നത്. എനിക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങോട്ടൊക്കെ നോക്കിയിടുന്നത് ചൈൽഡിലോട്ടൊക്കെ. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി എവിടെ പോകുന്നു? കൊക്കോട്രി പോകുന്നു ആസ് യൂഷ്വൽ. അവനിപ്പം അവിടുത്തെ സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ അവിടെ നമ്മളൊരു കഫിക്കാനേ പോകുന്ന റെഗുലറായിട്ട് ഇപ്പോൾ കൊക്കോട്രിയിൽ സാലഡ് തിന്നാൻ പോകുന്നുണ്ട്. അപ്പോൾ നേരെ ഇപ്പോൾ സോനുവും ഷാനയും വരുമെന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സാലഡ് കഴിക്കാം ഗൈസ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞോ, വല്ല സൂപ്പ് വല്ലതും കുടിക്കാം. സോ ലെറ്റ് സി, പോയിട്ട് വരാം ഗൈസ്. ഇന്ന് ചെറിയ വ്ളോഗായിരിക്കും, ഫിനിഷ് ചെയ്തിട്ട് വരാം. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ കൊക്കോട്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇവൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് ഇപ്പോൾ കൊക്കോട്രി. ഈ ഒരു സാലഡ് കഴിക്കാൻ വേണ്ടിയുള്ള ആക്രാന്തത്തിൽ ഇപ്പോൾ ദിവസവും ഞാൻ കഫിക്കാനേ പോകണ പോലെയാണ് ഇവൻ കൊക്കോട്രിയിൽ വരുന്നത്. അപ്പോൾ എന്തോന്ന് സാലഡ്, സീസർ സാലഡ്. അപ്പോൾ എന്തായാലും നമ്മൾ അകത്ത് കയറി എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ ഗൈസ്. സീറ്റ് ഉണ്ടോയെന്ന് ആദ്യം നോക്കണം. നല്ല ലൈറ്റ് ഇവിടെ, അത്യാവശ്യം ഓവർ ലൈറ്റ് ആണെന്ന് പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, അവർ മാത്രമേ ഉള്ളൂ. ഇനി സോനു ഷഹാനെ ഇനി വരണം. അവരെയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലെറ്റ്സ് സി. ഓ അവിടെ ഇങ്ങനെ തട്ടിയാൽ വെള്ളം വീഴും. സീറ്റ് ഉണ്ടോ? സ്മെല്ല് ഭാഗത്ത്. നൈസ്. ഇതാണ് അവരുടെ വേറൊരു സൈഡ്, വുഡിൻ്റെ സ്മെല്ല്. പുത്തൻ വുഡാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഓ അടിപൊളി. ആ വ്യൂവും എല്ലാം നൈസ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാം, നമുക്ക് ഒരു ചേഞ്ചിനോടെ ഇരിക്കാം. നല്ല ലൈറ്റും കൊള്ളാം. നല്ല തടീര മണം. കുറേ നാളായല്ലേ ഇങ്ങനെ തടിയിലിരുന്നിട്ട്. അതെ, അല്ല ഇവിടെ ഫസ്റ്റ് അല്ല ഇവിടെ വീണ്ടും നമ്മൾ സീസർ സാലഡ് കഴിക്കാൻ വേണ്ടി. ഇതിപ്പം എൻ്റെ കഫിക്കാനെ പോലെയാണ് ഇപ്പം നിനക്ക് കൊക്കോട്രി. ആ എനിക്ക് അവിടെ നെഗ്രോണിയും യൂസുമാണ് എനിക്കിഷ്ടം. നല്ല ടേസ്റ്റാണ് കഴിച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും സോനുവിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവൻ ആരും വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അവൻ നേരതാ ഫുഡ് അടിക്കാൻ പോവുകയാണ്. ആർക്ക് വേണ്ടി വെയിറ്റും ചെയ്യൂല, നേരത്തെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും, എല്ലാം ചെയ്യും. ഫുഡും കഴിക്കും, എല്ലാം ചെയ്യും. എന്തായാലും ഗൈസ് ഒരു മിനിറ്റ്, ഞാൻ ഈ പട്ടാള പാട്ടൊന്ന് നിർത്തിപ്പിക്കട്ടെ. വന്നിട്ടേ
ഓ വന്ന് വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയെന്ന്. ഓ ഇവള് മറ്റേ ബ്യൂട്ടി പാർലറിൽ പോയിരുന്നു, സലൂണിലായിരുന്നല്ലേ? This is called Pashunaki treatment. അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ മമ്മീസിന്റെ ഒക്കെ ടൈമിലൊക്കെ ഈ ഹെയർ സ്റ്റൈൽ ആയിരുന്നു. അല്ല ഫുഡ് ഷൂട്ട് ചെയ്യാൻ കുറച്ച് പണിയാണ്. ആ ചിക്കൻ കൊള്ളാം. അതെ എന്നായിരുന്നു, അതാണല്ലേ ഞാൻ തിന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. പാസ്ത ഒരു കട്ടിയാ, ഇതാണ് കറക്റ്റ്. ഇത് ഇങ്ങനെ കുറച്ചുകൂടെ ഒന്ന് വെന്ത് ഒരു കുഴയല്ലേ, കുറച്ച് കട്ടി പാസ്ത കുറച്ചുകൂടെ വേണം. ഒരു പൊടിക്കും കൂടെ വെന്തിന് കളയാം. പറയണോ? പറയാം കഴിച്ചേച്ച് വരുമ്പോൾ ശരിയാകും. ചിക്കൻ അടിപൊളി കേട്ടോ, ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ അവരുടെ അലിയോലിയിലുള്ള ചിക്കൻ അടിപൊളിയാണ്, കൊള്ളാം. നൈസ് ടേസ്റ്റ്. ചിക്കൻ അടിപൊളി അല്ലേ? എന്ത് ടേസ്റ്റ് അടി, നല്ല സൂപ്പർ ടേസ്റ്റ്. അതായത് പാസ്തയിൽ ചിക്കൻ അടിപൊളി. ജ്യൂസിന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരു വെറൈറ്റി ടേസ്റ്റ്. ചീസ് സോസും ചിക്കൻ ഭയങ്കര ചിക്കൻ കുത്തി നിന്നോ, സൂപ്പർ ടേസ്റ്റ്. ചിക്കൻ ഭയങ്കര ജ്യൂസിയാണ്. എനിക്കത് 2 പറയേണ്ടി വരും, തീർന്നു, ആദ്യം തീർന്നു. അതന്നെ, നല്ല ക്രീമി, സൂപ്പർ അല്ലേ? വെറൈറ്റി. ആദ്യം കുത്തറ, എന്നിട്ട് മറ്റേത് കുത്തറ. എന്താ ഫോർക്ക് കുത്തി എടുക്കാൻ എന്താണ് ഉദ്ദേശം? വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞ ടീമുകളൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. നാളെ എൻ്റെ ഇതും വന്നത്. ഓഫ് എന്തോ തിക്കായിട്ടുണ്ട്. എൻ്റെ കേസ് പാസ്ത പാതി തീർന്നു, ഞാൻ കഴിച്ചു തുടങ്ങി പോലും ഇല്ല. ഓക്കെ, മിക്കവാറും ഒന്നുകൂടെ പറയേണ്ടി വരും. വേറെ സോസിൽ ഇല്ലാത്ത സാധനം അടിപൊളി. ബ്രെഡും ആ സോസും പാസ്ത കൊള്ളാം കേട്ടോ, അടിപൊളി. ഫുഡെല്ലാം അടിപൊളി. കഴിച്ചിട്ട് വരാം ഗൈസ്, ബൈ. ഈ ഒരു ചിക്കൻ എന്നും വന്നാലും കഴിക്കും, എവൻ്റെയും ഫേവറേറ്റാണ്, പ്രോട്ടീൻ. ഗൈസ് ഇതും കൂടെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ്. ഇന്നത്തേക്കുള്ള പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും കഴിച്ചിട്ട് വരട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് കാണാം. ബൈ. ഓക്കെ ഡി, ബൈ ബൈ. നമ്മളും അവിടെ ഉണ്ട്. എവളോ ബെനോഫി പീനട്ട് ബട്ടർ വന്നിട്ടുണ്ട്. അല്ല, റിച്ച് സാധനമായിരിക്കും കേട്ടോ. ഗൈസ്, അപ്പം ഇന്നത്തേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു ഗൈസ്. എൻ്റെ ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും എൻ്റെ ബർത്ത്ഡേ പീസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഇഷ്ടം. സാധാരണ നമ്മളെപ്പോഴും അതെന്തായാലും നന്നായി. എനിക്ക് ബർത്ത്ഡേക്ക് വന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റി. അപ്പൊ എന്തായാലും ഗൈസ് അല്ല, കേക്ക് മുറിക്കാനുള്ള ശേഷിയില്ല. അപ്പൊ എന്തായാലും താങ്ക്സ് ഗൈസ്, താങ്ക് യു ഫോർ മേക്കിംഗ് മൈ ബർത്ത്ഡേ ബെസ്റ്റ് ഫോർ ദിസ് ടൈം. ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഞാൻ കോളാക്കി. ഓക്കെ ഗൈസ്, ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ അടിപൊളിയാക്കി തന്നതിന് താങ്ക് യു. ഓക്കെ, അപ്പോൾ അവിടെ മരത്തിൽ കയറി പോകുന്നത്. ടാറ്റ, ബൈ ബൈ. ബൈ ഗൈസ്, സീ യു.